വാൽപ്പാറയിൽ നടന്ന ഒരു സംഭവം. വാൽപ്പാറയിലെ വില്യാടി എസ്റ്റേറ്റിൽ കാട്ടാനക്കുട്ടി കുടിവെള്ള ടാങ്കിൽ ഒന്ന് വീണു. പുലർച്ചെ 6 മണിയോടെയായിരുന്നു കേട്ടോ ഈ സംഭവം നടന്നത്. ഒടുവിൽ നീണ്ട പരിശ്രമത്തിന് ശേഷം വനവകുപ്പ് ഈ കുട്ടിയാനയെ രക്ഷിച്ചു. കാട്ടാനക്കുട്ടി ടാങ്കിൽ നിന്നും പുറത്തു വരുന്നത് വരെ സമീപത്ത് ശാന്തമായി നിലയുറപ്പിച്ച കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. അതേ ദൃശ്യങ്ങൾ കണ്ടുവരാം. അഭിരാമി മോഹൻ ചേരുന്നുണ്ട് തത്സമയം. അഭി, ശരിക്കും ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അത് മനുഷ്യ ജന്തു ജീവജാലങ്ങളിലെല്ലാം ഒരുപോലെ മനോഹാരിതയുള്ള ഒന്നാണ്. ആ കുഞ്ഞിനെ കരകയറ്റും വരെ അമ്മയാൻ അവിടെ ക്ഷമയോടെ കാത്തുനിന്നു. ഒടുവിൽ കുഞ്ഞിനെ കൊണ്ട് മാത്രമാണ് മടങ്ങാൻ അവിടെ നിന്ന് തയ്യാറായത്. അത്രയും നേരം തനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ശരി, മറ്റാരോ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നുണ്ടല്ലോ, ഞാനിവിടെ കാവലാളായി നിന്നോളാം എന്നുള്ള പോലെയായിരുന്നു ആ അമ്മ കാത്തിരുന്നത്. അത് ശരിക്കും വളരെ സന്തോഷവും ഹൃദയത്തിൽ തൊടുന്ന ഒരു ദൃശ്യം കൂടിയാണ്. മറ്റാരെയും ആക്രമിക്കുകയൊന്നും ചെയ്യാതെ, സാധാരണ കാട്ടാന ആക്രമണങ്ങളുടെ വാർത്തയാണ് എപ്പോഴും ഉണ്ടാകാറ്. അവരവിടെ നിന്ന് അങ്ങ് നടന്നു മാറിപ്പോയി. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം എത്ര നേരം നീണ്ടു നിന്നു? എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? കൂടുതൽ വിശദ വിവരങ്ങൾ എങ്ങനെയാണ്? ഹിമ, നമ്മളെപ്പോഴും അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ചും അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. ശരിക്കും മനുഷ്യനെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങളിലും അമ്മയോളം അമ്മ മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടത്. ഇത് വാൽപ്പാറയിൽ, തമിഴ്നാട്ടിലെ വാൽപ്പാറയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. രാത്രിയോടെ ജനവാസ മേഖലയിൽ വില്ലോന്നി എന്ന് പറയുന്ന ഒരു തൊഴിലാളി ലയങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ആ എസ്റ്റേറ്റിലെ ഈ ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കൂട്ടം എത്തുകയും അവിടെ അവർ കുടിവെള്ളത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കാണത്, അതിന് മൂടിയില്ല. അവിടേക്ക് ഈ ആനകൾ വെള്ളം കുടിക്കാൻ എത്തുകയും അബദ്ധത്തിൽ ഈ കുട്ടിയാന, 4 വയസ്സ് പ്രായമുള്ള കുട്ടിയാന ഈ ടാങ്കിലേക്ക് വീണു പോവുകയാണ് ചെയ്തത്. പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഈ ആനക്കുട്ടി ഈ ഇതിലേക്ക് വീഴുന്നത്. അപ്പോൾ സമീപത്തുള്ള ആനകൾ ഇതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനെ തിരിച്ച് കരയിലേക്ക് കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്താണ് അവിടുത്തെ നാട്ടുകാർ ഇത് ശ്രദ്ധിക്കുന്നത്. എന്താണ് ഇവരിങ്ങനെ ഈ ആനക്കൂട്ടം പതിവില്ലാതെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് എന്താണെന്ന് നാട്ടുകാർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഒരു ആനക്കുട്ടി ഈ ടാങ്കിനകത്ത് വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആദ്യം ഈ ആനക്കുട്ടിയുടെ അടുത്തേക്ക് വരാൻ മറ്റാനകൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവരെ തുരത്തി ഓടിക്കാൻ വനംവകുപ്പ് ശ്രമിച്ചു, അവരെ തുരത്തി ഓടിച്ചു. എന്നിട്ട് ഈ ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തുടർന്നു. അപ്പോഴും ഈ അമ്മയാന അവിടെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടി. ഇവർ ഏകദേശം ഒരു 10 മണിക്കൂറോളമാണ് ഈ ദൗത്യം നീണ്ടത്. ടാങ്കിൻ്റെ ഭിത്തിയൊക്കെ JCB ഒക്കെ ഉപയോഗിച്ച്, മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ച് നീക്കിയ ശേഷമാണ് ഈ ആനക്കുട്ടി പുറത്തെടുക്കുന്നത്. ആ സമയം അത്രയും ആ അമ്മ ആ കുഞ്ഞിനെ കാത്തുനിന്നു. ആദ്യം ഈ രക്ഷിക്കാൻ വന്ന വനംവകുപ്പിന് നേരെയൊക്കെ അമ്മ ആന പാഞ്ഞെടുത്തെങ്കിലും പിന്നീട് തൻ്റെ കുഞ്ഞ് അതിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ആ ആന അവിടെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കിയില്ല. തിരിച്ച് ഈ കുഞ്ഞിനെ ആ ഭിത്തി പൊളിച്ച് ഒന്ന് ഇടിഞ്ഞു വന്നപ്പോഴേക്കും, ആ കുഞ്ഞിനെ കയറാവുന്ന ഒരു ദൂരം എത്തിയപ്പോഴേക്കും അമ്മയാന തന്നെ ആ കുഞ്ഞിനെ കരയിലേക്ക് രക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ കുഞ്ഞ് കരയിൽ കയറി. രണ്ടുപേരും കൂടി ആ കുഞ്ഞിനെയും ഒപ്പം കൂട്ടി തിരിച്ച് കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് വീഴുകയൊക്കെ ചെയ്താൽ ആദ്യം നമ്മുടെ അമ്മമാർ ചെയ്യുന്നത് എന്താണ്? ആദ്യം ഒരു അടി തരും, എന്നിട്ടായിരിക്കും ബാക്കി സമാധാനിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഈ ആനക്കുട്ടി കരയ്ക്ക് കയറിയതിന് ശേഷം അമ്മ അതിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്നൊരു രംഗമുണ്ട് ഈ വീഡിയോയിൽ. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ അമ്മ ഇങ്ങനെ വീണുപോയതിന് ശകാരിച്ചതായിരിക്കാം എന്ന് നമുക്ക് കരുതാം ഹിമ.